നമസ്കാരം. ഇമ്പോർട്ടന്റ് ആക്ട് ആൻഡ് റൂൾസ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്ന സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അഥവാ ബാലനീതി നിയമമാണ്. സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തിരി പ്രയാസമായി തോന്നുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ വളരെ ലളിതമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഈ സീരീസിൽ ഇതുവരെ കുറച്ചധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിനോടകം വിവരാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഗാർഹിക പീഡന നിരോധന നിയമം, കുട്ടികളുടെ അവകാശ സംരക്ഷണം പോലുള്ള ടോപ്പിക്കുകൾ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കണ്ടുവരുന്ന ഒരാൾക്ക് ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പ്രയാസമുണ്ടാവത്തില്ല. അപ്പൊ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് നിയമത്തെ കുറിച്ചാണ്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അഥവാ ബാലനീതി നിയമം, അല്ലെ? അപ്പൊ എന്താണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ബാലനീതി നിയമം എന്ന് ചോദിച്ചാലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാള് ഒരു കുറ്റം ചെയ്താൽ അയാൾ ശിക്ഷിക്കപ്പെടുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യൻ പീനൽ കോഡിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ? ആ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ ഒരാളുടെ കാര്യത്തിലുള്ളതാണ്, അല്ലെ? ഇന്ത്യൻ പീനൽ കോഡിന് ഇപ്പോ പുതിയ പേരാണ് ഭാരതീയ ന്യായ സംഹിത, അല്ലെ? പക്ഷെ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമല്ല അയാൾക്കുള്ള ശിക്ഷയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുന്നത്. അതിന് പ്രത്യേകിച്ചൊരു നിയമമുണ്ട്. അതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അഥവാ ബാലനീതി നിയമം. ഇത് പറയുമ്പോൾ തിരിഞ്ഞു പോകാതെ നോക്കണം. ബാല അവകാശ നിയമം വേറെയുണ്ട്. ബാല അവകാശ നിയമം കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പോ ബാല അവകാശ നിയമം എന്ന് പറയുന്നത് വേറെയാണ്, ബാലനീതി നിയമം അഥവാ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വേറെയാണ്. അപ്പൊ ആ കാര്യം മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വരുന്നത് ഏത് കൊല്ലമാണ് എന്ന് ചോദിച്ചാൽ അത് 2000-ലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാലനീതി നിയമം അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വരുന്നത് 2000-ലാണ്. പക്ഷെ ആ പറഞ്ഞ 2000-ലെ ബാലനീതി നിയമത്തെ, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ പൊളിച്ചെഴുതിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പിന്നീട് മറ്റൊരു നിയമം പാസാക്കി. അതാണ് 2015-ലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കുന്നത് ഏത് നിയമമാണ്? 2000-ലെ ബാലനീതി നിയമമല്ല, 2015-ലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ്. നമ്മൾ നേരത്തെ ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചായിരുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമം ആദ്യം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് എപ്പോഴാണ്? 1986-ലാണ്, അല്ലെ? പിന്നീട് പുതിയ ഒരു നിയമം വന്നു, അത് 2019-ലാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ 2000-ല് ആദ്യമായിട്ട് ബാലനീതി നിയമം ഇന്ത്യയിൽ പാസ്സായി. പക്ഷെ പിന്നീട് അതിനെ പൊളിച്ചെഴുതിക്കൊണ്ട് 2015-ല് പുതിയ ബാലനീതി നിയമം വന്നു. ആ നിയമം, പുതിയ ബാലനീതി നിയമം നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ 2016-ലാണ്. 2016-ൽ ഏറ്റവും ഒടുവില് ബാലനീതി നിയമത്തില് ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവില് ബാലനീതി നിയമത്തില് ഭേദഗതി ഉണ്ടായത് എന്നാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക, 2021-ലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ബാലനീതി നിയമം വരുന്നത് 2000-ലാണ്. പുതിയ ബാലനീതി നിയമം വരുന്നത് 2015-ലാണ്. പുതിയ ബാലനീതി നിയമം നിലവിൽ വന്നത് 2016-ലാണ്. ബാലനീതി നിയമത്തിൽ ഏറ്റവും ഒടുവിൽ ഭേദഗതി ഉണ്ടായിട്ടുള്ളത് 2021-ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാക്കേണ്ടത്, ബാലനീതി നിയമത്തില് കുട്ടി എന്ന നിർവചനത്തിൽ വരുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്, അല്ലെ? നമ്മൾ നേരത്തെ ബാലാവകാശ നിയമം പഠിച്ചായിരുന്നു. ബാലാവകാശ നിയമത്തിലും കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയാണ്,
അല്ലെ? പക്ഷെ ബാലവേല നിരോധന നിയമം നമ്മൾ പഠിച്ചായിരുന്നു. അവിടെ കുട്ടി എന്ന് പറയുന്നത് 14 വയസ്സിന് താഴെയാണ്. പക്ഷെ ഇവിടെ എത്രയാണ്? 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടി എന്നുള്ള നിർവചനത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 2015 പുതിയ ബാലനീതി നിയമത്തില് പ്രധാനമായിട്ടും കുട്ടികളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബാലനീതി നിയമത്തില് കുട്ടികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട് വിഭാഗങ്ങൾ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി. അല്ലെ? അപ്പോ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്നിങ്ങനെ ഈ നിയമത്തില് കുട്ടികളെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? രണ്ട് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംശയം വരും, എന്താണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാല്, കുറ്റം ചെയ്തിട്ടുള്ളതോ കുറ്റാരോപിതനോ ആയിട്ടുള്ള ഒരു കുട്ടിയെയാണ്. കുറ്റം ചെയ്തിട്ടുള്ളതോ കുറ്റാരോപിതനോ ആയിട്ടുള്ള ഒരു കുട്ടിയെയാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും, അവനെ കൈകാര്യം ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ കുറ്റം ചെയ്തിട്ടുള്ളതോ കുറ്റാരോപിതനോ ആയിട്ടുള്ള ഒരു കുട്ടിയെയാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി എന്ന് പറയുന്നത്. അതേസമയം ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് വേറൊരു വിഭാഗമാണ്. മാതാപിതാക്കൾ ഉപേക്ഷിച്ചവരോ, തെരുവിൽ അലഞ്ഞു നടക്കുന്നവരോ, ഭിക്ഷാടനം നടത്തുന്നവരോ, ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരോ, മയക്കുമരുന്ന് അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരോ, അങ്ങനെയുള്ള കുട്ടികളെയാണ് എങ്ങനെ വിളിക്കുന്നത്? ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി. കുട്ടി ക്രൈം ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ കുട്ടി ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷെ അതിനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ കുറ്റം ചെയ്യാനുള്ള ഒരു വാസനയൊക്കെ ഭാവിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളർന്നു വരാം. അതാണ് അവരുടെ പശ്ചാത്തലം. അപ്പൊ അവിടെ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്ന നിർവചനത്തിൽ വരുന്നത് മാതാപിതാക്കൾ ഉപേക്ഷിച്ചവർ, അല്ലെങ്കിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്നവർ, അല്ലെങ്കിൽ ഭിക്ഷാടനം നടത്തി മുമ്പോട്ട് പോകുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നിനോ മറ്റോ അടിമയായി ജീവിച്ചിട്ട് വന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഒക്കെ തട്ടിക്കൊണ്ടുപോയി അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവർ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെയാണ് എങ്ങനെ പറയുന്നത്? ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് വിഭാഗത്തിലുള്ള കുട്ടികളെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ആദ്യം വേണം. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ആ കാര്യം അവിടെ ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമം, ഏത് നിയമം? ബാലനീതി നിയമം 2015. ഈ പറഞ്ഞ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ നിയമത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത് പ്രകാരം ജില്ലാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. ബാലനീതി നിയമം 2015 അത് പ്രകാരം രൂപം കൊണ്ടിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങൾ. ഈ രണ്ട് സ്ഥാപനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് ഏത് ലെവലിലാണ്, ഏത് തലത്തിലാണ്? ജില്ലാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങൾ. ആ രണ്ട് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കും, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവ ജില്ലാ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതിന് കാരണമായിട്ടുള്ള നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബാലനീതി നിയമമാണ്. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, അത് കഴിഞ്ഞിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, അല്ലെ? അപ്പൊ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. രണ്ട് വിഭാഗത്തിലുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ? രണ്ട് വിഭാഗത്തിലുള്ള കുട്ടികൾ ഏതൊക്കെയാണ്? നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി, അല്ലെ? പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി, അല്ലെ? അതില് ആദ്യത്തെ വിഭാഗം നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെ കാര്യം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എല്ലാ ജില്ലകളിലും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി, അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലാ അടിസ്ഥാനത്തിൽ ഏത് രൂപം കൊണ്ടിട്ടുള്ളത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ രൂപം കൊണ്ടിട്ടുള്ളത്, അല്ലെ? അപ്പൊ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഏത് വിഭാഗം കുട്ടികളുടെ കാര്യമാണ് നോക്കുന്നത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏത് കുട്ടിയുടെ കാര്യമാണ്, ഏത് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടിയുടെ കാര്യമാണ് നോക്കുന്നത് എന്നുള്ള കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായോ?
മനസ്സിലായോ? അത് ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. ശരി, അത് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നമുക്കറിയാം ജില്ലാ അടിസ്ഥാനത്തിൽ ഈ നിയമപ്രകാരം രൂപം കൊണ്ടു, അല്ലെ? ഇതിൽ എത്ര അംഗങ്ങൾ ഉണ്ടാകും? ഇതിൽ ആകെ 3 അംഗങ്ങളാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ഒരു അധ്യക്ഷൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ, അധ്യക്ഷൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ എത്ര അംഗങ്ങളുണ്ട്? അധ്യക്ഷൻ ഉൾപ്പെടെ 3 അംഗങ്ങളുണ്ട്. അവരുടെ കാലാവധി 3 വർഷമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ചെയർമാൻ, അതായത് 3 അംഗങ്ങളിൽ ഒരാൾ അധ്യക്ഷനാണല്ലോ. അധ്യക്ഷൻ ആരായിരിക്കും? നല്ല ചോദ്യമാണ്. അതാണ് നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ടത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. അപ്പൊ ചോദ്യം ചോദിക്കും, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചാല് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരിക്കും, അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഗാർഹിക പീഡന നിരോധന നിയമം. അതിനകത്ത് ഒരു മജിസ്ട്രേറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ആ മജിസ്ട്രേറ്റും ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. ഇവിടെയും അത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. പഴയ നിയമം ഒന്ന് ഓർക്കാനും കൂടി പറ്റും, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടി കുറ്റം ചെയ്തു അല്ലെങ്കിൽ കുറ്റ ആരോപിതനാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ ആ സംഭവം നടന്ന് 24 മണിക്കൂറിനകത്ത് അധികൃതർ എന്ത് ചെയ്യണം? ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കണം. അപ്പൊ ഒരു കുട്ടി കുറ്റം ചെയ്തു അല്ലെങ്കിൽ കുറ്റാരോപിതനാണ്, അധികൃതർ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിയെ എത്ര മണിക്കൂറിനകത്ത്? 24 മണിക്കൂറിനകത്ത് എവിടെ കൊണ്ടുവരണം? ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ കൊണ്ടുവരണം. നിയമത്തിൽ പറയുന്ന കാര്യമാണ്. അല്ലാതെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കണമെന്ന് പറയുമല്ലോ. അപ്പൊ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ടുള്ള ഒരു കുട്ടിയെ 24 മണിക്കൂറിനകത്ത് പോലീസ് അല്ലെങ്കിൽ അധികൃതർ ആരുടെ മുമ്പിൽ കൊണ്ടുവരണം? ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ്. കൊണ്ടുവരുന്ന സമയത്ത് ചില നിബന്ധനകളുണ്ട്. വിലങ്ങണിയിക്കാൻ പാടില്ല. ഇത് ഈ കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ആളാണ്, അല്ലെ? വിലങ്ങണിയിക്കാൻ പാടില്ല. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോ ആ കുട്ടിയെ വിലങ്ങണിയിക്കാൻ പാടില്ല. ഒരു പോയിന്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ആ കുട്ടിയുടെ പ്രായം നിർണയിക്കണം. 18 വയസ്സിന് താഴെയാണോ, 18 വയസ്സിന് മുകളിലാണോ, 16 വയസ്സിന് താഴെയാണോ? അതിനൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ 18 വയസ്സിന് മുകളിലാണെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിലല്ല കൊണ്ടുവരേണ്ടത്. അപ്പൊ കൊണ്ടുവന്ന ആള് കുട്ടി അല്ലെങ്കിലോ? അപ്പൊ ആദ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ത് ചെയ്യണം? കുട്ടിയുടെ പ്രായം നിർണയിക്കണം. അപ്പോ കുട്ടിയെ 24 മണിക്കൂറിനകത്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ കൊണ്ടുവരണം. കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് വിലങ്ങണിയിക്കാൻ പാടില്ല. കുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പരിഗണിക്കേണ്ടത് എന്തായിരിക്കണം? നിർണയിക്കേണ്ടത് എന്തായിരിക്കണം? പ്രായം നിർണയിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, നമുക്ക് കുട്ടികളുടെ കോടതി എന്ന് പറയാം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ശിശു സൗഹൃദമായിരിക്കണം. സാധാരണ ഈ പറഞ്ഞ പോലീസ് ഭാഷ അവിടെ പാടില്ല. അപ്പോൾ ശിശു സൗഹാർദ്ദപരമായിരിക്കണം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ പ്രസ്താവന രീതിയിലായിരിക്കും തന്നിരിക്കുക. താഴെ തന്നിരിക്കുന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തെറ്റായത് എന്നുള്ളത് തരും. അപ്പൊ അവിടെ അതെന്തായിരിക്കണം? ശിശു സൗഹാർദ്ദം ആയിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ നിയമവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ കുട്ടി കുറ്റവാളികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി മാത്രം പ്രത്യേകം
ഒരു ഈ പറഞ്ഞ പോലീസ് യൂണിറ്റ് ഉണ്ട്. ആ പോലീസ് യൂണിറ്റ് ആണ് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, അല്ലെ? അപ്പൊ കുറ്റാരോപിതനായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ള നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാല് അതാണ് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, അല്ലെ? മിക്കവാറും സ്റ്റേഷനിലെല്ലാം ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. പോലീസ് സ്റ്റേഷനിലെല്ലാം ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഗാർഹിക പീഡന നിരോധന നിയമം പറഞ്ഞപ്പോഴും അങ്ങനെയുള്ള കേസുകൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും, അല്ലെ? ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പോലീസ് യൂണിറ്റ് തന്നെയുണ്ട്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യ പശ്ചാത്തല റിപ്പോർട്ട്. ഒരു കുട്ടി ഒരു കുറ്റം ചെയ്തു അല്ലെങ്കിൽ കുറ്റാരോപിതനാണ്. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് മനസ്സിലാക്കണം. ആ കുട്ടിയുടെ പശ്ചാത്തലം എന്താണ്, ഏത് സാഹചര്യത്തിലാണ് കുട്ടി വളരുന്നത്. അപ്പൊ അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ പശ്ചാത്തലം എന്താണ്, കുട്ടി ഏത് സാഹചര്യത്തിൽ കുറ്റം ചെയ്തു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടുണ്ട്. അതിനെയാണ് സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് അഥവാ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് അഥവാ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട്. ഇപ്പോ ഈ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് എന്നൊന്നും പറഞ്ഞ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണത്തില്ല. അതിനെ ചുരുക്കി കൊടുത്തിരിക്കും SBR, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് അഥവാ SBR, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് ഗാർഹിക പീഡന നിരോധന നിയമം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് ഗാർഹിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ, അല്ലെ? അപ്പൊ അത് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് അഥവാ DIR. ആ DIR തയ്യാറാക്കുന്നതിനുള്ള അധികാരം പ്രൊട്ടക്ഷൻ ഓഫീസർ കൊണ്ട്, അല്ലെ? പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് നമ്മൾ അപ്പോൾ പഠിച്ചതാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർ കൊണ്ട് സേവനദാതാവിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കുറ്റാരോപിതനായിട്ടുള്ള കുറ്റം ചെയ്തിട്ടുള്ള കുട്ടിയുടെ സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് അഥവാ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ചുരുക്കി SBR അത് തയ്യാറാക്കും. അത് തയ്യാറാക്കാൻ അധികാരമുള്ളത് ആർക്ക് എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ഓഫീസർ ഉണ്ട്. ആരാണ്? പ്രൊബേഷൻ ഓഫീസർ. അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റ് ആണ് കുട്ടിയുടെ സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് അതായത് SBR തയ്യാറാക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരും ചോദിച്ചാൽ പ്രൊബേഷൻ ഓഫീസർ. അപ്പൊ അത്രയും കാര്യങ്ങൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായി ബന്ധപ്പെട്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഞാൻ പറഞ്ഞു 2015 ഈ നിയമപ്രകാരം ജില്ലാ അടിസ്ഥാനത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും നിലവിൽ വന്നു. അതുപോലെ തന്നെ ഏതും രൂപീകരിച്ചു, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളും രൂപീകരിച്ചു, അല്ലെ? അപ്പൊ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആരെയാണ് നോക്കുന്നത്? പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് ആര് നോക്കുന്നത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നോക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്താണ്? നിയമവുമായിട്ട് പൊരുത്തപ്പെടാത്ത കുട്ടികളുടെ കാര്യമാണ് നോക്കുന്നത്, അല്ലെ? അപ്പൊ അത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയില് ചെയർപേഴ്സൺ പിന്നെ അത് കഴിഞ്ഞിട്ട് 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്രയായിരിക്കും? 5 ആയിരിക്കും. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലെ അധ്യക്ഷൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്. അതേസമയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ അധ്യക്ഷൻ ഉൾപ്പെടെ 5 അംഗങ്ങളായിരിക്കും. ശരി, ഇനി ഈ പറഞ്ഞ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അധികാരം ഉണ്ടായിരിക്കും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അധികാരം ഉണ്ടായിരിക്കും, അല്ലെ? ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സാമൂഹ്യ രംഗത്ത് നല്ല പരിചയമുള്ള, കുട്ടികളുടെ അവകാശ സംരക്ഷണം അതുപോലുള്ള കാര്യങ്ങളിൽ നല്ല പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കും. അത് തീർച്ചയായിട്ടും എന്താവണമെന്നില്ല, ഈ പറഞ്ഞ മജിസ്ട്രേറ്റ് ആവണം അല്ലെങ്കിൽ ജഡ്ജ് ആവണം എന്നൊന്നുമില്ല. അപ്പോ ഇവിടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അധികാരം ആർക്കുണ്ടായിരിക്കും? ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡില് അധ്യക്ഷൻ തന്നെ എന്താണ്? ഈ പറഞ്ഞ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ ആ
അധികാരം നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ശരി, അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ കുട്ടികളുടെ സംരക്ഷണം, പുനരധിവാസം. കുട്ടികളുടെ സംരക്ഷണം, പുനരധിവാസം, അല്ലെ? പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണം, പുനരധിവാസം എന്നിവ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ്. അതുപോലെ തന്നെ ധനസഹായം, സ്പോൺസർഷിപ്പ്, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ധനസഹായം, സ്പോൺസർഷിപ്പ്, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനസഹായം, സ്പോൺസർഷിപ്പ് എന്നിവ നിർവഹിക്കുന്നതിനുള്ള അധികാരവും ആർക്കുണ്ട്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദത്തെടുക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകുന്നു. അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിലാണ് വരുന്നത്. പ്രത്യേക ശ്രദ്ധയും പരിചരണം ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലാണ് വരുന്നത്, അല്ലെ? അപ്പോ ആ ദത്തെടുക്കൽ എന്ന് പറയുന്ന നടപടി നമുക്കറിയാം. ആ ദത്തെടുക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളാണ്, അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗം ഫോസ്റ്റർ കെയറിന് ഉത്തരവ് നൽകുന്നു. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വാക്കാണ് ഫോസ്റ്റർ കെയർ. ഫോസ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ പറഞ്ഞാൽ പോറ്റി വളർത്തൽ എന്നുള്ളതാണ്. ഫോസ്റ്റർ കെയറിന് മലയാളം വാക്ക് പറഞ്ഞാല് പോറ്റി വളർത്തൽ. ഇപ്പൊ എല്ലാ കുട്ടികളെയും ദത്തെടുക്കാനായിട്ട് കഴിയത്തില്ല. ദത്തെടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ ആ പറ്റാത്ത കുട്ടികളെ ആരെങ്കിലും എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് ഈ പറഞ്ഞ പോറ്റി വളർത്തും. അങ്ങനെയാണ് ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത്. അപ്പൊ ചില കുട്ടികളെ ദത്ത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ ചില കുട്ടികളെ അങ്ങനെ ദത്ത് നൽകാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ താൽക്കാലികമായിട്ട് മറ്റാരെങ്കിലും എന്ത് ചെയ്യും? പോറ്റി വളർത്തും, സംരക്ഷിക്കും. അങ്ങനെയാണ്, താൽക്കാലികമായിട്ടാണ് കേട്ടോ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫോസ്റ്റർ കെയർ ഉത്തരവ് നൽകുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കുണ്ട്. അപ്പൊ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ വരുന്നത് കുട്ടികളുടെ സംരക്ഷണവും പുനരധിവാസവുമാണ്. അതുമായി ബന്ധപ്പെട്ട ധനസഹായം, സ്പോൺസർഷിപ്പാണ്. ദത്തെടുക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ഫോസ്റ്റർ കെയറിന് ഉത്തരവ് നൽകുന്നു. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. ബാലനീതി ഭേദഗതി നിയമം 2021. ഞാൻ പറഞ്ഞു ബാലനീതി നിയമം ഇന്ത്യയിൽ ആദ്യം വന്നത് 2000-ലാണ്. അത് പുതുക്കി പിന്നെ ഇവിടെ ഒരു നിയമം വന്നു 2015-ലാണ്. അത് നിലവിൽ വന്നു 2016-ലാണ്. ഏറ്റവും ഒടുവിൽ അതിൽ ഭേദഗതി നടന്നു 2021-ലാണ്. അപ്പൊ 2021 ബാലനീതി ഭേദഗതി നിയമത്തില് ഈ കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കുറ്റകൃത്യങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ നിയമത്തിൽ പുതുതായി ഉൾക്കൊള്ളിച്ചതാണ്. ആ കുറ്റകൃത്യങ്ങളെ 3ആയിട്ട് തരംതിരിച്ചു എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നിസ്സാര കുറ്റകൃത്യം, കുട്ടികളുടെ ഭാഗത്തുണ്ടാകുന്ന കുറ്റകൃത്യം, അതിലൊന്ന് നിസ്സാര കുറ്റകൃത്യം, വേറൊന്ന് ഗുരുതര കുറ്റകൃത്യം, അത് കഴിഞ്ഞിട്ട് അതീവ ഗുരുതര കുറ്റകൃത്യം. നിസ്സാര കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് നിസ്സാര കുറ്റകൃത്യം, അല്ലെ? അപ്പോ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം നിസ്സാര കുറ്റകൃത്യം. അതേസമയം ഗുരുതര കുറ്റകൃത്യമോ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ഗുരുതര കുറ്റകൃത്യം. അതേസമയം 7 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് എങ്കിൽ അത് അതീവ ഗുരുതര കുറ്റകൃത്യമാണ്. അതെന്താണ്? അതീവ ഗുരുതര കുറ്റകൃത്യമാണ്. പറഞ്ഞു വരുന്നത് ബാലനീതി ഭേദഗതി നിയമം 2021 പ്രകാരം പുതുതായിട്ട് ഉൾക്കൊള്ളിച്ച ഒന്നാണ്. ഏതാണ്? കുറ്റകൃത്യത്തിനെ തരംതിരിക്കുന്നു. എങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നിയമത്തിൽ പറയുന്ന ചില പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്. കുട്ടികളുടെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ കുട്ടികളെ പുതിയ ലോകത്തോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്. ആ പുനരധിവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ചിൽഡ്രൻസ് ഹോം. എന്താണ്? ചിൽഡ്രൻസ് ഹോം നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെ? വേറൊന്ന് ഷെൽട്ടർ ഹോം. അപ്പൊ പുനരധിവാസ കേന്ദ്രങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്ന് ചിൽഡ്രൻസ് ഹോം, വേറൊന്ന് ഷെൽട്ടർ ഹോം. ഇത് രണ്ടും ഏത് കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുട്ടികളുടെ കാര്യത്തിൽ
വരുന്നതാണ്. ഏതൊക്കെയാണ്? പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട കുട്ടികളുടെ പരിചരണത്തിനായിട്ടുള്ള സദനങ്ങളാണ് ഏതൊക്കെ? ചിൽഡ്രൻസ് ഹോമും ഷെൽട്ടർ ഹോമും. ചിൽഡ്രൻസ് ഹോമും ഷെൽട്ടർ ഹോമും. അപ്പൊ പുനരധിവാസ കേന്ദ്രങ്ങളുടെ ലിസ്റ്റാണ് പറയുന്നത്. അതിൽ ആദ്യം ഇപ്പോൾ ചിൽഡ്രൻസ് ഹോം പറഞ്ഞു, ഷെൽട്ടർ ഹോം പറഞ്ഞു അല്ലെ. ചിൽഡ്രൻസ് ഹോം എന്ന് പറയുന്നത് സർക്കാർ നടത്തുന്നതാണ്, സർക്കാരിന്റെ കീഴിലുള്ളതാണ്. ഷെൽട്ടർ ഹോം എന്ന് പറയുന്നത് സർക്കാരിന്റെ കീഴിലുള്ളതല്ല, മറിച്ച് സർക്കാർ അംഗീകാരത്തോടുകൂടി സന്നദ്ധ സംഘടനകൾ നടത്തുന്ന താൽക്കാലികമായിട്ട് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സദനങ്ങളാണ് ഷെൽട്ടർ ഹോം എന്ന് പറയുന്നത്. അപ്പൊ ഷെൽട്ടർ ഹോം എന്ന് പറയുന്നത് സർക്കാരിൻ്റെതല്ല, സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി സന്നദ്ധ സംഘടനകൾ നടത്തിവരുന്ന കുട്ടികളുടെ താൽക്കാലികമായിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സദനങ്ങളാണ് ഏത്? ഷെൽട്ടർ ഹോം അല്ലെ. അപ്പൊ ഇത് രണ്ടും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പ്രത്യേകം ശ്രദ്ധ വേണ്ട കുട്ടികളുടെ പരിചരണത്തിനായിട്ടുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒബ്സർവേഷൻ ഹോം ഉണ്ട്, സ്പെഷ്യൽ ഹോം ഉണ്ട്, പ്ലേസ് ഓഫ് സേഫ്റ്റി. അത് ഇതുപോലെ ഈ പറഞ്ഞ ഒരു പുനരധിവാസ കേന്ദ്രമാണ് പ്ലേസ് ഓഫ് സേഫ്റ്റി. അപ്പൊ ഒബ്സർവേഷൻ ഹോം, സ്പെഷ്യൽ ഹോം, പ്ലേസ് ഓഫ് സേഫ്റ്റി, ഈ പറഞ്ഞ സാധനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒബ്സർവേഷൻ ഹോം, സ്പെഷ്യൽ ഹോം, പ്ലേസ് ഓഫ് സേഫ്റ്റി. ഇതില് ഒബ്സർവേഷൻ ഹോമും സ്പെഷ്യൽ ഹോമും പ്ലേസ് ഓഫ് സേഫ്റ്റിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒബ്സർവേഷൻ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റ ആരോപിതനായിട്ടുള്ള, കുറ്റം അയാൾ ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനമായിട്ടില്ല, കുറ്റ ആരോപിതനായിട്ടുള്ള ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഒബ്സർവേഷൻ ഹോമിലാണ്. കുറ്റ ആരോപിതനായിട്ടുള്ള ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നത് ഒബ്സർവേഷൻ ഹോമിലാണ്. അതേസമയം കുറ്റം ചെയ്തു എന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ബോധ്യമായ കുട്ടികളെ പാർപ്പിക്കുന്നത് സ്പെഷ്യൽ ഹോമിലും പ്ലേസ് ഓഫ് സേഫ്റ്റിയിലുമാണ്. കുറ്റം ചെയ്തു എന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ബോധ്യപ്പെട്ടിട്ടുള്ള കുട്ടികളെ പാർപ്പിക്കുന്നത് സ്പെഷ്യൽ ഹോമിലും പ്ലേസ് ഓഫ് സേഫ്റ്റിയിലുമാണ്. അപ്പൊ സ്പെഷ്യൽ ഹോമില് ആരെയാണ് പാർപ്പിക്കുന്നത്? കുറ്റം ചെയ്തു എന്ന് ഉറപ്പുള്ള കുട്ടികളെ പാർപ്പിക്കുന്നതാണ് സ്പെഷ്യൽ ഹോമില് അല്ലെ. അപ്പൊ അവിടെ ഈ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുറ്റകൃത്യങ്ങൾ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. നിസാര കുറ്റകൃത്യം, ഗുരുതര കുറ്റകൃത്യം, അതീവ ഗുരുതര കുറ്റകൃത്യം അല്ലെ. അപ്പൊ അതിൽ ആദ്യത്തെ രണ്ട് വിഭാഗം ഏതാണ്? നിസാര കുറ്റകൃത്യം, ഗുരുതര കുറ്റകൃത്യം. അങ്ങനെയുള്ള കുട്ടികളെയാണ് സ്പെഷ്യൽ ഹോമിൽ പാർപ്പിക്കുന്നത്. അതേസമയം അതീവ ഗുരുതര കുറ്റകൃത്യം കാണിച്ച 16-നും 18-നും ഇടയ്ക്കുള്ള കുട്ടികളെ പാർപ്പിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ പ്ലേസ് ഓഫ് സേഫ്റ്റിയിലാണ്. എവിടെയാണ്? പ്ലേസ് ഓഫ് സേഫ്റ്റി. അപ്പൊ കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രങ്ങളാണ് പറഞ്ഞത്. ചിൽഡ്രൻസ് ഹോമും ഷെൽട്ടർ ഹോമും അത് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിൽ വരുന്നു. ബാക്കി പറഞ്ഞതെല്ലാം ആരുടെ കാര്യത്തിൽ വരുന്നു? നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിയുടെ കാര്യത്തിൽ വരുന്നു. അതിൽ അതീവ ഗുരുതര കുറ്റകൃത്യം ചെയ്ത കുട്ടിയെ പാർപ്പിക്കുന്നത് എവിടെയാണ്? പ്ലേസ് ഓഫ് സേഫ്റ്റിയിലാണ്. കുറ്റ ആരോപിതനെന്ന് സംശയിക്കുന്ന ഒരാളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ഒബ്സർവേഷൻ ഹോമിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യൻ കുട്ടികളെ ദത്തെടുക്കുന്നതിനുള്ള നോഡൽ ബോഡി ഏതാണ്? ഇന്ത്യയിൽ കുട്ടികളുടെ ഈ പറഞ്ഞ ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട നോഡൽ ബോഡി ഏതാണ് അല്ലെ എന്ന് ചോദിച്ചാൽ CARA എന്നുള്ളതാണ് ഉത്തരം. CARA, കാര എന്ന് നമുക്ക് പറയാം. CARA അതായത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി. സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി. അപ്പോ ഇന്ത്യയിലെ കുട്ടികളെ ദത്തെടുക്കുന്നതിനുള്ള നോഡൽ ബോഡി എന്ന് ചോദിച്ചാൽ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയാണ്, ചുരുക്കി CARA എന്ന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് കുട്ടികളെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില നിബന്ധനകളുണ്ട്. ഒരു കുട്ടിയെ നിങ്ങൾക്ക് ദത്തെടുക്കണമെങ്കിൽ കുറഞ്ഞത് 2 വർഷത്തെ ദാമ്പത്യ ജീവിതം നയിച്ചവരാവണം. ഒരു കുട്ടിയെ ദത്തെടുക്കണമെങ്കിലുള്ള മാനദണ്ഡമാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ചോദ്യ ഭാഗമാണ്, ഒരു കുട്ടിയെ ദത്തെടുക്കണമെങ്കിൽ കുറഞ്ഞത് 2 വർഷത്തെ ദാമ്പത്യ ജീവിതം നയിച്ചവരായിരിക്കണം അല്ലെ. അപ്പൊ 2 വർഷത്തെ ദാമ്പത്യ ജീവിതം നയിച്ചവർക്ക് മാത്രമേ കുട്ടിയെ എടുക്കാൻ പറ്റുള്ളൂ, ദത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ഏകയായി ജീവിക്കുന്ന സ്ത്രീക്ക് ലിംഗ വ്യത്യാസമില്ലാതെ കുട്ടിയെ ദത്തെടുക്കാം.
ഏകയായി താമസിക്കുന്ന സ്ത്രീക്ക് നേരത്തെ പറഞ്ഞ മാനദണ്ഡമുണ്ട്. എന്താണ്? കുറഞ്ഞത് 2 വർഷമെങ്കിലും ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ഇപ്പോൾ ഏകയായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്ക് ലിംഗവ്യത്യാസമില്ലാതെ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ത് ചെയ്യാൻ പറ്റും? ദത്തെടുക്കാനായിട്ട് പറ്റും. അതേസമയം ഇതേ സാഹചര്യത്തിലുള്ള ഒരു പുരുഷനാണെങ്കിൽ പുരുഷന്മാർക്ക് പെൺകുട്ടികളെ ദത്തെടുക്കുന്നതിന് അനുമതിയില്ല. പുരുഷന്മാർക്ക് പെൺകുട്ടികളെ ദത്തെടുക്കുന്നതിന് അനുമതിയില്ല. എങ്ങനെയുള്ള പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത്? ഏകയായിട്ട് അവിടെ പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ ഈ പറഞ്ഞ ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷന്മാർക്ക് പെൺകുട്ടികളെ ദത്തെടുക്കുന്നതിന് അനുമതിയില്ല. അത് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. ദത്തെടുക്കുന്ന വ്യക്തിയുടെയും കുട്ടിയുടെയും പ്രായ വ്യത്യാസം 25 വയസ്സിൽ കുറയരുത്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും, കുട്ടിയുടെയും അതുപോലെ തന്നെ ദത്തെടുക്കുന്ന ആളുടെയും പ്രായം എത്രയായിരിക്കണം? 25 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കണം ഇവർ തമ്മിൽ. ആ 25 വയസ്സിന്റെ വ്യത്യാസത്തിൽ കുറയാൻ പാടില്ല. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ആ നിബന്ധന എന്തിനാണ് എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ദത്തെടുക്കുന്ന വ്യക്തിയുടെയും കുട്ടിയുടെയും പ്രായ വ്യത്യാസം 25 വയസ്സിൽ കുറയരുത്. പക്ഷെ ഈ പ്രായം ബാധകമല്ലാത്ത ഒരു കേസുണ്ട്. ഏതാണ് ആ കേസ്? കുട്ടിയെ ദത്തെടുക്കുന്നത് ബന്ധുമിത്രാദികളാണെങ്കിൽ പ്രായ വ്യത്യാസം ബാധകമല്ല. കുട്ടിയെ ദത്തെടുക്കുന്നത് ബന്ധുമിത്രാദികളാണെങ്കിൽ പ്രായ വ്യത്യാസം ബാധകമല്ല. അപ്പോ കുട്ടിയെ ദത്തെടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ കുട്ടികളെ ദത്തെടുക്കുന്നതിനുള്ള നോഡൽ ബോഡി എന്ന് പറഞ്ഞു CARA. ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ദത്തെടുക്കൽ നടപടികളിൽ അന്തിമ അധികാരം ആർക്കാണ്? ദത്തെടുക്കൽ നടപടികൾക്ക്, ആ പറഞ്ഞ നടപടികളിൽ അന്തിമ അധികാരം ആർക്കാണ്? ഈ നടപടികളിൽ കൂടുതലും നടക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ വഴിയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ വഴിയാണ് ദത്തെടുക്കൽ നടപടികൾ കൂടുതലും നടക്കുന്നതെങ്കിലും ദത്തെടുക്കൽ നടപടികളിൽ അന്തിമ അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ജില്ലാ മജിസ്ട്രേറ്റിനാണ്. ആർക്കാണ്? ജില്ലാ മജിസ്ട്രേറ്റ്. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കളക്ടറാണ്, അല്ലെ? കളക്ടർ എന്ന് പറയുന്നത് ഒരു ജില്ലയുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. തഹസിൽദാർ എന്ന് പറയുന്നത് ഒരു താലൂക്കിന്റെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ ദത്തെടുക്കൽ നടപടികളിൽ അന്തിമ അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ കളക്ടർ എന്ന് തന്നിരിക്കും, അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് തന്നിരിക്കും. അപ്പൊ അത് നോക്കി മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൂടെ പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. 2021 ബാലനീതി ഭേദഗതി നിയമം. 2021 ബാലനീതി ഭേദഗതി നിയമത്തില്, ഈ പറഞ്ഞ നിയമത്തിൽ ഒരു ചെറിയ ഭേദഗതി വേറെയും വരുത്തിയിട്ടുണ്ട്. ഒരു ഭേദഗതി നമ്മൾ നേരത്തെ പറഞ്ഞു, കുറ്റകൃത്യങ്ങളെ 3ആയി തരംതിരിച്ചു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. വേറൊരു ഭേദഗതി, ആ ഭേദഗതി പ്രകാരം ഈ പറഞ്ഞ ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ടുള്ള കുട്ടി, ആ കുട്ടികൾ ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലോട്ട് പുതിയ 2 വിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചു. അതായത് ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ടുള്ള കുട്ടികൾ, അത് ഏതാണെന്ന് 2015 ബാലനീതി നിയമത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2021 ഭേദഗതി നിയമപ്രകാരം 2 വിഭാഗത്തിലെ കുട്ടികളെ കൂടി ശ്രദ്ധയും പരിചരണവും ആവശ്യമായുള്ള കുട്ടികളുടെ വിഭാഗത്തിൽ പെടുത്തി. ഏതൊക്കെയാണ് ആ 2 വിഭാഗം എന്ന് മനസ്സിലാക്കി വെക്കുക. മനുഷ്യക്കടത്തിനും മയക്കുമരുന്ന് ദുരുപയോഗത്തിനും ഇരയായ കുട്ടികൾ, മനുഷ്യക്കടത്തിനും മയക്കുമരുന്ന് ദുരുപയോഗത്തിനും ഇരയായ കുട്ടികൾ പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായുള്ള കുട്ടികളുടെ പരിധിയിൽ അല്ലെങ്കിൽ ആ നിർവചനത്തിൽ പെടുത്തിയിട്ടുണ്ട്. രക്ഷിതാക്കൾ ഉപേക്ഷിച്ച കുട്ടികൾ, ആരുമില്ലാത്ത രക്ഷിതാക്കൾ ഉപേക്ഷിച്ച കുട്ടികളെയും ഈ പറഞ്ഞ നിയമപ്രകാരം പ്രത്യേകം ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട്. അതായത് പുതിയ ഭേദഗതി പ്രകാരം 2 വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ കൂടി ഏതിലോട്ട് ചേർത്തിട്ടുണ്ട്? നമ്മുടെ പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ വിഭാഗത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോ ഇത്രയും നേരം കൊണ്ട് ആ ബാലനീതി നിയമം 2015, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015, അതിലെ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് വേറൊരു നിയമത്തിലാണ് വരേണ്ടത്, കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റൊരു നിയമത്തിലോട്ടാണ് വരേണ്ടത്, പോക്സോ ആക്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.